ഹായ് ഓൾ, നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 3 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ബീജഗണിത രീതി, ഓൾജിബ്രായിക് മെത്തേഡ്. എന്താണ് ബീജഗണിത രീതി അല്ലെങ്കിൽ ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഒരു ഇക്വേഷൻ അറിയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇക്വേഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 7 + 3 = 10. ഇതൊരു ഇക്വേഷനാണ്. ഇക്വേഷന് ഈക്വൽ ടു ഇട്ട് വരുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് 2 സൈഡ് ഉണ്ടാവും. ഈക്വൽ ടുവിൻ്റെ ഇടതുവശത്തുള്ളതിനെ നമ്മൾ LHS എന്ന് പറയും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. വലതുവശത്തുള്ളതിനെ നമ്മൾ RHS എന്ന് പറയും, എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡ്. LHSഉം RHSഉം ഒരു ഇക്വേഷനിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഒരു ഇക്വേഷൻ, സാധാരണ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇനി ഓൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പം നമുക്ക് ഇവിടെ 7 ഇത് തന്നിട്ടില്ല. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഏതോ ഒരു നമ്പർ 3 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വാല്യൂ നമുക്കറിയില്ല. ഈ അറിയാത്ത വാല്യൂവിന് പകരം നമ്മൾ എക്സ്, വൈ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് ആ ഇക്വേഷൻ എഴുതാണ്. ഇപ്പം ഞാനിവിടെ എക്സ് എടുത്തു. x + 3 = 10. ഇങ്ങനെ എക്സോ വൈയോ ഏതെങ്കിലും ആൽഫബറ്റ് ചേർത്തിട്ട് എഴുതുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ഓൾജിബ്രായിക് ഇക്വേഷൻ അഥവാ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കും. ഇങ്ങനെ ഇതുപോലെ ഓൾജിബ്രായിക് ഇക്വേഷനിലൂടെ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിക്കാണ് ബീജഗണിത രീതി അല്ലെങ്കിൽ ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. When a number is multiplied by 4 and 10 added, we get 130. What is the number? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ 130 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ നമ്പർ എന്തായിട്ടെടുത്തു? നമ്പർ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, എക്സ് ആയിട്ട് എടുത്തു. ഇനി എന്താ പറയുന്നത്? ഈ നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചു. x × 4, ആ നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 10 ആഡഡ്, 10 കൂട്ടി. ആ ഗുണിച്ച് കിട്ടിയ നമ്പറിൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 130, 130 കിട്ടി. എങ്കിൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ എക്സ് എത്രയാണെന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. x × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 4x എന്ന് എഴുതാം. 4x + 10, 4x + 10 = 130 എന്ന് കിട്ടി. 4x + 10 = 130. 4x + 10 = 130 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിൻ്റെ വാല്യൂ ആണ്. ആ എക്സ് വരുന്ന ഭാഗം അവിടെ നിർത്തുക. അപ്പോൾ 4xനെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുക, ഇടതുവശത്ത് തന്നെ നിർത്തുക. ഇനി വലതുവശത്ത് ഏതാ ഉള്ളത്? 130, 130 ഉണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ സൈന്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ സൈന് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ +10 ആണുള്ളത്. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? -10 ആയിട്ട് മാറും. അപ്പോൾ 130 - 10 120, 120 കിട്ടും. ഇനി നമുക്ക് കിട്ടിയത് എന്താ? ഈ 4x ആണ് 120 കിട്ടിയത്. 4x എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്? 4 × x ആണ്. അപ്പോൾ ഇവിടുത്തെ സൈൻ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം നമുക്ക് ഇനി എക്സ് മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം എക്സിന് എവിടെ നിർത്തുക? അപ്പുറത്ത് എന്താ ഉള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ 120 ഉണ്ട്. ഇനി ഈ 4 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും.
120 by 4, 120 by 4 എത്ര കിട്ടും? 4 into 3 12 0. അപ്പോൾ എത്ര വന്നു? 30. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 30 ആയിട്ട് കിട്ടി. ഈ രീതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിക്കാണ് ബീജഗണിത രീതി അല്ലെങ്കിൽ ഓൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ ശരിയാണോ നോക്കാൻ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 30 ഇട്ട് കൊടുക്കാം. 30 into 4 എത്ര കിട്ടും? 120. 30 into 4 120. 120 കിട്ടി. ഇനി അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം. 120 + 10 10 ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് കിട്ടി? 130 കിട്ടി. നമുക്ക് കിട്ടിയ ആൻസർ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഓൾജിബ്രായിക് മെത്തേഡ് അഥവാ ബീജഗണിത രീതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ഉദാഹരണമാണ് നോക്കാം. ദ സം ഓഫ് എ നമ്പർ ആൻഡ് 1 added to it is 5. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിൻ്റെയും തുക 5. സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് സംഖ്യ അല്ലെങ്കിൽ നമ്പർ അല്ലേ, ഞാൻ ഇപ്പോൾ എക്സാണ് സാധാരണ നമ്മൾ എക്സാണ് എടുക്കാറ്. എക്സാണ് എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ആൽഫബറ്റ് എടുത്താൽ മതി. നമ്പർ എക്സ് ആയിട്ട് എടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനോട് 1 കൂട്ടുക. ദ സം ഓഫ് എ നമ്പർ ആൻഡ് 1 added to it. അപ്പം ആ സംഖ്യയോട് 1 കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 add, ആ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പം എന്ത് വരുന്നു? എക്സ് പ്ലസ് 1 ആഡഡ് അല്ലെങ്കിൽ 1 കൂട്ടിയ നമ്പർ എക്സും എക്സ് പ്ലസ് 1ഉം വന്നു. ഇനി എന്താ പറഞ്ഞത്? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? 5. എക്സും അതിൻ്റെ കൂടെ 1 കൂട്ടിയതും എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി ഈ എക്സും ഈ എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2x, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 1 ഈക്വൽ ടു 5. 2x + 1 = 5 എന്ന് വന്നു. ഇനി ഈ 2x നമുക്ക് ഇവിടെ നിർത്താം. 2x ഈ പ്ലസ് 1നെ നമ്മൾ എന്ത് ചെയ്തും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ -1. എന്ത് അവിടെ എന്തുണ്ട്? 5 ഉണ്ട്. 5 - 1 എത്ര കിട്ടി? 4. നമുക്ക് എന്താ കിട്ടിയത്? 2x ആണ് 4 എന്ന് കിട്ടിയേക്കുന്നത്. 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × x ആണ് 2x. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. എക്സിനെ അവിടെ നിർത്തുക. 2നെ നമുക്ക് അപ്പുറത്തേക്ക് ഉണ്ട്. അവിടെ ഉള്ളത് ആരാ? 4 ആണ്. ഡിവൈഡഡ് ബൈ 2. 4/2 2. അപ്പോൾ നമുക്ക് എക്സ് എത്രയായിട്ട് കിട്ടി? നമ്മുടെ നമ്പർ എത്രയാണ്? 2 കിട്ടി. ഇനി നോക്കാം എന്താ പറഞ്ഞേ? നമ്പർ 2 ആൻഡ് 1 ആഡഡ്, ആ നമ്പറിൻ്റെ കൂടെ 2 + 1 3 കിട്ടി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ നമ്മൾ കിട്ടിയ ആൻസർ കറക്റ്റാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. ദ പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ ടുഗദർ ഈസ് 4,500 rupees. The price of the table is 1,000 rupees more than that of chair. What is the price of each? ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4,500 രൂപ. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിൻ്റെയും വില എന്താണ്? അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് ചെയർ അല്ലെങ്കിൽ കസേരയുടെ വില, പ്രൈസ് ഓഫ് ചെയർ എത്രയാണ്? എക്സ് നമുക്ക് തന്നിട്ടില്ല, എക്സ് ആയിട്ട് എടുത്തു. ഇനി ടേബിളിൻ്റെ വിലയോ? പ്രൈസ് ഓഫ്
ടേബിളിന്റെ വിലയും തന്നിട്ടില്ല, പക്ഷെ ടേബിളിന്റെ വില എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ ടുഗദർ ഈസ് 4,500 rupees. The price of the table is 1,000 rupees more than that of the chair. ചെയറിനെ ബേസ്ഡ് ടേബിളിന് എത്ര രൂപ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്? 1000 രൂപ കൂടുതലാണ്. അപ്പോൾ ചെയറിന്റെ വില എക്സ് രൂപയാണെങ്കിൽ, കസേരയുടെ വില എക്സ് രൂപയാണെങ്കിൽ, ടേബിളിന്റെ വില, മേശയുടെ വില അതിന്റെ കൂടെ 1000 കൂട്ടിയതായിരിക്കുമല്ലോ. എക്സ് പ്ലസ് 1000, എക്സ് പ്ലസ് 1000. ഇനി ടോട്ടൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടല് 4,500 രൂപ, 4,500 rupees ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എടുത്തെഴുതുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ ഓൾജിബ്രായിക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓൾജിബ്രായിക് ഫോമിലേക്ക് മാറ്റാം. ഒരു ചെയറിനും ഒരു ടേബിളിനും കൂടി 4,500 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വില നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് 1,000, ഒരു ചെയറും ഒരു ടേബിളിൻ്റെയും വില രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 4,500 കിട്ടും, 4,500 രൂപ കിട്ടും. ഇനി എക്സ് പ്ലസ് എക്സ്, ഇപ്പം നമ്മൾ ഓൾജിബ്രായിക് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമുക്ക് വേഗം കണ്ടുപിടിക്കാമല്ലോ. ഇതങ്ങ് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. എക്സ് പ്ലസ് എക്സ് 2x, 4,500 ആണ് റൈറ്റ് സൈഡിലുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള 1000, ഇടത് സൈഡിലുള്ള പ്ലസ് 10,000 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1000. ഇനി എന്ത് കിട്ടും? 2x എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 4,500 minus 1000, 3,500. 2x 3,500 ആണെങ്കിൽ x എത്ര കിട്ടും? 2 into x ആണല്ലോ. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 എന്തായിട്ട് മാറും? ഡിവൈഡ് ചെയ്യാനായിട്ട് മാറും. 3,500 by 2 എത്ര കിട്ടും? ചെയ്ത് നോക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡിവൈഡഡ് ബൈ 2, 1 into 2 2, നേരിട്ട് അറിയാമെങ്കിൽ 1 എഴുതി കൊടുക്കുക. 3 minus 2 1, 5 15, 7 into 2 40 plus 1 10 വരും. 5 into 2 10, 0, 1,715 കിട്ടും. 3,500 പകുതി എത്രയാണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. 1,715 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ വിലയാണ്? ചെയറിൻ്റെ വിലയാണ്, കസേരയുടെ വിലയാണ് എക്സ് എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എത്രയായിരിക്കും? അപ്പോൾ പ്രൈസ് ഓഫ് ദ ചെയർ നമുക്ക് എത്ര കിട്ടി? 1,715 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ വില എങ്ങനെ കിട്ടും? അതിൻ്റെ കൂടെ 1000 കൂട്ടിയാൽ മതിയല്ലോ. 1,750 പ്ലസ് 1,000 കൂട്ടുക അല്ലേ? ചെയറിൻ്റെ വില, കസേരയുടെ വിലയുടെ ഇപ്പോൾ 1000 കൂടി കൂട്ടിയതാണല്ലോ ടേബിളിൻ്റെ വില, മേശയുടെ വില. അപ്പോൾ 0,572, 2,750 രൂപയായിരിക്കും ടേബിളിൻ്റെ വില. അപ്പോൾ 2,750 രൂപയാണ് ടേബിളിൻ്റെ വില. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതി. അതിനുശേഷം നമ്മളൊരു ബീജഗണിത സമവാക്യം, ഓൾജിബ്രായിക് ഇക്വേഷൻ ഫോം ചെയ്തു. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കണം. ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സിൻ്റെ വിലയല്ല, ടേബിളിൻ്റെ മാത്രമല്ല, ചെയറിൻ്റെ മാത്രമല്ല, ടേബിളിൻ്റെ വിലയും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യണം. ഇനി അതിൻ്റെ അകത്തൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. A 100 rupee note was changed to 10 and 20 rupees notes. 7 notes in all. How many of each? 100 രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്ര വീതം? അപ്പം 20ൻ്റെ നോട്ടുകൾ, 20 നോട്ടും 10ൻ്റെ നോട്ടും ആയിരുന്നു. മൊത്തം 7 നോട്ടുണ്ട്. ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നോക്കാം, നമുക്ക് 20ൻ്റെ നോട്ടുകളുടെ എണ്ണം എത്രയും നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. 20 നോട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് 20 നോട്ട്സ്. 20 നോട്ടുകളുടെ 20 രൂപ നോട്ടുകളുടെ എണ്ണം. ഇരുപതിൻ്റെ നോട്ടുകളുടെ എണ്ണം എത്രയായിട്ട് കിട്ടും?
നമ്പർ ഓഫ് 20 റുപ്പീസ്. 20 നോട്ടുകളുടെ 20ന്റെ നോട്ടുകളുടെ എണ്ണം എത്രയായിട്ട് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയായിട്ട് കിട്ടും നമുക്ക്? മൊത്തം എത്ര നോട്ടുണ്ട്? 7 നോട്ടുണ്ട് അല്ലേ? 7 നോട്ടില് എക്സ് എണ്ണം 20 രൂപ നോട്ടാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടെന്ന് അറിയുന്നത് 7 എക്സ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 10 രൂപ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 7 മൈനസ് എക്സ്, 7 മൈനസ് എക്സ്. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നേ? 100 രൂപയുടെ നോട്ടാണ് നമ്മൾ ചില്ലറയാക്കിയത് അല്ലേ? ഇനി 20 രൂപ നോട്ടുകളുടെ എണ്ണം എക്സ് ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും 20ന്റെ നോട്ട്? അപ്പോൾ 10ന്റെ 2 നോട്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 20 രൂപ ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ 20ന്റെ എക്സ് നോട്ടുകൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 20 എക്സ് ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ 10ന്റെ 4 നോട്ടുണ്ട് അല്ലെങ്കിൽ 10ന്റെ 2 നോട്ടുണ്ടെന്ന് പറഞ്ഞാൽ 20 രൂപയായിരിക്കും. ഇവിടെ എന്താ 20ന്റെ എക്സ് നോട്ടുണ്ട്. അപ്പൊ എന്താ കിട്ടും? 20 എക്സ് 20 എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10ന്റെ എത്ര നോട്ടുണ്ടാവും? 7 മൈനസ് എക്സ് നമ്പർ ഓഫ് 10ന്റെ നോട്ടുകളുണ്ട്. അപ്പോൾ 7 മൈനസ് എക്സ് ഇൻറ്റു 10 ഉണ്ടാവും. അത്രയും നോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എത്ര രൂപയായി? 100 രൂപയായി. ഒന്നുകൂടി പറയാം. 20ന്റെ എക്സ് നോട്ടുകളും ഉണ്ട്. മൊത്തം 7 നോട്ടാണ് ഉള്ളത്. അതിൽ 20ന്റെ എക്സ് നോട്ട് ഉണ്ടെങ്കിൽ 10ന്റെ എത്ര നോട്ട് ഉണ്ടാവും? 7ന്ന് എക്സ് പോയി കഴിഞ്ഞാൽ അത്രയും നോട്ടുകൾ 10ന്റെ ആയിരിക്കും. ഇനി 20ന്റെ എക്സ് നോട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എക്സ് രൂപ ഉണ്ടാകും. 20ന്റെ 2 നോട്ട് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപയായിരിക്കും. 20 ഇൻറ്റു 2 40 രൂപയായിരിക്കും. അപ്പോൾ 20ന്റെ എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 20 എക്സ് രൂപ ഉണ്ടാവും. 10ന്റെ 7 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 7 മൈനസ് എക്സ് രൂപ ഉണ്ടാകും. അപ്പോൾ ഇത് മൊത്തം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 100 കിട്ടണം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 20 എക്സ് പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? 2നെയും 10 കൊണ്ട് ചെയ്യണം. 7 ഇൻറ്റു 10 70 മൈനസ് 10 ഇൻറ്റു എക്സ് 10 എക്സ്. ഇങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള നമ്പറിനെ ഉള്ളിൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എത്ര കിട്ടും? 100 കിട്ടും. ഇനി ഈ എക്സ് ഉള്ള ടേംസിനെയൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഈ നമ്പർ മാത്രമുള്ളതുണ്ടല്ലോ അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം എന്ത് വരും? 20 എക്സ്. അപ്പം നമ്മൾ ഒരു ഇക്വേഷനൊക്കെ ഫോം ചെയ്തു. ഇനി നമ്മളത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 20 എക്സ് എന്താ ഉള്ളത്? മൈനസ് 10 എക്സ് ഈക്വൽ ടു അവിടെ എന്തുണ്ട്? റൈറ്റ് സൈഡിൽ 100 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? 70 ആണല്ലോ. പ്ലസ് 70 ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 70. 100 മൈനസ് 70 എന്ന് വരും. 20ന്ന് 10 കുറച്ച് എത്രയാ? 10. അപ്പോൾ 10 എക്സ് എന്ന് പറയുന്നത് 100 മൈനസ് 70 30 ആണ്. അങ്ങനെയാണെങ്കിൽ 10 എക്സ് എന്ന് പറയുന്നത് 10 ഇൻറ്റു എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷനുള്ള 10 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പം 30 മൈനസ് 10 വരും. എന്ത് വരും? 30 മൈനസ് 10 എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടി 20 രൂപയുടെ 3 നോട്ടുകളാണ് ഉള്ളത്. 20 രൂപയുടെ 3 നോട്ടുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 രൂപയുടെ എത്ര നോട്ടുകൾ ഉണ്ടാവും? 3 മൈനസ് 7 മൊത്തം 7 നോട്ടുണ്ട്. അതിൽ 3 നോട്ട് 20ൻ്റെ ആണ്. അപ്പോൾ 7 മൈനസ് 3 4 10ൻ്റെ നോട്ട് ഉണ്ടാവും. ഇനി നോക്കിയേ, 3 20ൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യാം. 3 20ൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 20 അല്ലേ? എത്ര ഉണ്ടാവും? 60 രൂപ ഉണ്ടാവും. ഇനി 7 മൈനസ് എക്സ് 4 10ൻ്റെ നോട്ട് 4 ഇൻറ്റു 10 40 രൂപ. മൊത്തം എത്ര രൂപയായി? 0 6 4 10 100 രൂപയായല്ലോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം. അപ്പോൾ ഒരു ബീജഗണിത രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ
തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ഓൾജിബ്ര ഇക്വേഷൻ ബീജഗണിത സമവാക്യം ഫോം ചെയ്തു നമ്മൾ. എന്നിട്ട് അതിൽ നിന്ന് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റ് എക്സ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഈ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ബീജഗണിത രീതി എന്ന് പറയുന്നത്. നമുക്ക് പേജ് നമ്പർ 41 ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.